നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട്, അതായത് നമ്മളുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് ആയിട്ടുള്ള ചിലർക്ക് അത് അച്ഛനായിരിക്കാം, ചിലർക്ക് അത് അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. അവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ആ ഒരു രീതിയിലായിരിക്കും. അപ്പം നമ്മൾക്ക് നമ്മളുടെ പ്രൈമറി കെയർ ഗിവേഴ്സിനോടുള്ള ആ ഒരു ഡിപ്പെൻഡൻസി, ആ ഒരു കണക്ഷൻ പിന്നീട് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് എങ്ങനെ ബാധിക്കുന്നുണ്ട്, അത് നമ്മളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഹലോ, എൻ്റെ പേര് ഹിബ. ഞാൻ ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഹെയ്ലനിൽ വന്നിട്ടുള്ളൊരു കപ്പിൾസ് പറഞ്ഞൊരു കംപ്ലയിൻറ്റ്, ഹസ്ബൻഡിനോട് എപ്പോഴും വൈഫ് ഇങ്ങനെ എന്നെ ഇഷ്ടമല്ലേ എന്ന് അഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ അതൊരു ഓക്കെ ആയിരുന്നു, കല്യാണം കഴിഞ്ഞ ഉടനെ അതൊരു ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര കൂടുതലായ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഭയങ്കര പൊസസീവ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുക. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോഴും അഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും കൂടെ വേണം, അല്ലെങ്കിൽ നീ എന്നെ വിട്ട് പോവുമോ, അങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ ഈ ഒരു പ്രശ്നം വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച സമയത്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വൈഫിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വന്നിട്ടുള്ളത് ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും, അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വന്നിട്ടുള്ളത് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുമാണ്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് മെയിനായിട്ടും 4 തരത്തിലാണ് വരുന്നത്. ഈ 4 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളോട് കണക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് ഡെവലപ്പ് ആവുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡ് മുതലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പ്രൈമറി കെയർ ഗിവറും ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഡിപ്പെൻഡ് ആയത് അതിനനുസരിച്ചായിരിക്കും പിന്നീട് നമുക്കുണ്ടാവുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പായി വരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കേസിൽ ആ ഹസ്ബൻഡ് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ആൾ കുറച്ചും കൂടെ ഭയങ്കര കംഫർട്ടായിരിക്കും. ആളെ ഇമോഷൻസ് കറക്റ്റ് എക്സ്പ്രസ് ചെയ്യാനും കാര്യങ്ങൾ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ആൾക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ടായിരിക്കും. ഇത് ഡെവലപ്പായി വരുന്നത് നമ്മളുടെ ചൈൽഡ്ഹുഡിലാണെന്ന് പറഞ്ഞു. ചൈൽഡ്ഹുഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല റെസ്പോണ്ടും ചിലപ്പോൾ പാരൻസിൻ്റെ അടുത്ത് നിന്നുണ്ടാവും. ഒരു കുട്ടി തൻ്റെ കുട്ടി കരയുമ്പം പെട്ടെന്ന് ഓടിപ്പോയിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് കരയണ്ട, ഞാൻ നിന്നിട്ടുണ്ട്, നീ വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരു പാരൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു പാരൻറ്റ്, ഓക്കെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടി കരച്ചിൽ നിർത്തും എന്ന് പറഞ്ഞ് ആ കരച്ചിലിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു പാരൻ്റ് ഉണ്ട്. ഇത് രണ്ടും എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ആവാൻ കാരണം ഈ ഫസ്റ്റത്തെ കേസിലായിരിക്കും. അതായത് നമ്മളവിടെ അവൈലബിൾ ആണ്, അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് പാരൻസ്, അതായത് പ്രൈമറി കെയർ ഗിവർ ആയിട്ടുള്ള ഒരാൾ അവിടെ അവൈലബിൾ ആണ് എന്ന് അവരെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞ സമയത്ത് നമ്മളവിടെ അവൈലബിൾ അല്ല, ആൾക്ക് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയാൾ ഇഗ്നോർ ചെയ്യുമ്പം നമ്മളെ പ്രസൻസ് ആൾക്ക് ഫീൽ ചെയ്യുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കാരും ഇല്ല എന്നൊരു ഫീലാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി പേടിക്കാനും അത് പിന്നീട് ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് എത്താനും കാരണമാവുന്നുണ്ട്. ഈ സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ഈ അമ്മയും കുട്ടിയുമായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ആ കുട്ടിയുടെ ഫിസിക്കൽ നീഡായിട്ടുള്ളതും അതേപോലെ തന്നെ ഇമോഷണൽ നീഡായിട്ടുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പാരൻറ്റിന് നടത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഫിസിക്കലി നമ്മൾ അവരെ ഒന്ന് ഹഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവരെ ഫീഡ് ചെയ്യുന്നത്, വിശക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അവർ കരയുന്നതാണ്. അവർ ചിലപ്പം വിശന്നിട്ട് കരയുമ്പം നമ്മൾ പാല് കൊടുക്കും, അല്ലെ അവരുടെ എന്താണോ അവർക്ക് വേണ്ടത് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു പാരൻറ്റിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നല്ല രീതിയിൽ നല്ല വാംത്തായിട്ട് ഇമോഷൻസൊക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ, എങ്ങനെയൊക്കെ ഓക്കെ ആവണം, എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കണക്റ്റ് ആവണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ആവുന്നത്. ഇപ്പോൾ ഇതല്ലാതെ നേരത്തെ പറഞ്ഞൊരു കേസിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനോടൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടി കരച്ചിൽ നിർത്തിക്കോളും എന്ന് പറയുന്ന ഒരു കേസിൽ അവിടെ ആ കുട്ടിക്ക് ഒട്ടും അവൈലബിൾ ആവുന്നില്ല ആളുടെ
പ്രൈമറി കെയർ ഗിവർ. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര പേടി വരികയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കാരും ഇല്ല, എന്നെ ആരും നോക്കില്ല, എൻ്റെ ഫിസിക്കൽ നീഡ് മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ നീഡ് മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് ആവുന്നില്ല, കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ നിന്ന് എനിക്ക് ഫിസിക്കലി കിട്ടേണ്ട കാര്യങ്ങളും അതേപോലെ ഇമോഷണലി എനിക്ക് അവൈലബിൾ ആവേണ്ട കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നീട് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ പേടിക്കുന്ന ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു വൈഫിൻ്റെ കേസിൽ ആൾ ഈ ഒരു ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലാണ് വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർ തന്നെ ഇട്ടിട്ട് പോവോ എന്നുള്ളൊരു പേടി ആൾക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു പ്രസൻസ് ആൾ ആഗ്രഹിക്കുന്നുണ്ട്, റീഅഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ഇട്ടിട്ട് പോവില്ലല്ലോ എന്നുള്ളൊരു പേടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആൾ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണറിന് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് റീഅഷ്യൂർ ചെയ്തുകൊണ്ട് നമ്മളടുത്ത് നമ്മൾ ചെറുതായിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. ഈ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരാളാണ് പാർട്ട്ണറെങ്കിൽ ആൾ ഭയങ്കര വെറീഡാവും. ആൾ ഓക്കെ ഓഫീസിലേക്ക് പോയി ഇപ്പോൾ എന്താ സംഭവിക്കുക, തിരിച്ച് വരുന്ന സമയത്തേക്ക് തിരിച്ച് വരാതിരിക്കുമോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് വേറെ ഒരാളെ കൂടെ പോവോ, എന്നെ ഇഷ്ടമല്ലാതെ എന്നെക്കാളും നല്ലൊരാളെ കണ്ടുപിടിക്കുമോ, ആൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. എന്നെ ഇട്ടിട്ട് പോവുമോ, എന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള പേടി കാരണമാണ് ആളിങ്ങനെ റീഅഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പാർട്ട്ണർ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് നമുക്ക് അവരെ ഒന്ന് പോകുന്ന സമയത്ത് ഞാൻ പോയിട്ട് വരാട്ടോ, അല്ലെങ്കിൽ ഞാനൊന്ന് ഈവനിങ് വരാട്ടോ, ഒന്ന് അവരെ ചേർത്ത് നിർത്തി ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഒരു കിസ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അതായത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലാതാക്കാൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ വരുന്നതോട് കൂടിയിട്ട് അവർ കുറച്ചും കൂടി ഒന്ന് ഓക്കെ ആവും. ഓക്കെ അവൻ ഇപ്പോൾ വരും, സമാധാനമായിട്ടിരിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തും. ഇത് രണ്ടും അല്ലാതെ പിന്നീട് വരുന്നൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയും. ഈ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നത് കുട്ടിയും പാരൻറ്റുമായിട്ട് ഒരു എന്തെങ്കിലും വന്നോട്ടെ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവൻ്റേതായിട്ടുള്ള വഴിക്ക് അങ്ങനെ വിടുക, ആ രീതിയിൽ പോകുന്ന സമയത്താണ്. അതായത് ഒന്നും ടേക്ക് കെയർ ചെയ്യാതിരിക്കുക. ഓക്കെ അവന് ഇപ്പോൾ സ്കൂളിലേക്ക് പോയി ലേറ്റായി, ഒരു നോർമലായിട്ടൊരു പാരൻറ്റ് ചെയ്യേണ്ട കാര്യം എന്താ, ഓക്കെ ടെൻസ്ഡ് ആവും, അവൻ എന്തുകൊണ്ട് വന്നില്ല അന്വേഷിക്കും സ്കൂളിൽ വിളിച്ചിട്ട്. പക്ഷേ ഒരു പാരൻറ്റ് അവൻ പോയി വന്നോട്ടെ, ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്താ, ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ഫിസിക്കൽ നീഡൊക്കെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്, പക്ഷേ ഇമോഷണൽ നീഡ് കറക്റ്റായിട്ട് നമ്മളുടെ ഇമോഷൻ കണക്റ്റ് ആവാൻ പറ്റുന്നില്ല, ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. അത് അവരൊരു പാർട്ട്ണറിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ എത്തുന്ന സമയത്ത് പാർട്ട്ണർ ഇപ്പോൾ ഒരു 2 days ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്കത് പ്രശ്നമില്ല. അവർ എന്താ ഇപ്പോൾ പ്രശ്നം, എന്താ അവർ വന്നില്ല, ഓക്കെ അത്രേ ഉണ്ടാവുള്ളൂ അവർക്ക് പ്രശ്നം. ഇത് രണ്ടുപേരും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും വേറൊരാൾ വേറെ ഏതെങ്കിലും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ആണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മൂന്നും അല്ലാതെ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വരുമ്പോൾ ഇവിടെ പാരൻസും കുട്ടിക്കും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻസ് നടക്കുന്നുണ്ടാവും. അതായത് കുട്ടിക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്. പാരൻറ്റ് ചിലപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും, ചില ദിവസം ഭയങ്കരമായിട്ട് അബ്യൂസീവ് ആയിട്ടുള്ള പാരൻറ്റിങ് ഒക്കെ ആയിരിക്കും കുട്ടിക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ അതേ സമയത്ത് തന്നെ ചിലപ്പം ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും, നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു എന്താണ് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ, കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിരിക്കും കുട്ടിയുടെ പാരൻറ്റിങ് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ കുട്ടിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. അത് കുട്ടിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുട്ടിക്ക് പേടിയാണോ അല്ലെങ്കിൽ സേഫാണോ എന്നുള്ള കൺഫ്യൂഷൻ, ഇത് പിന്നീട് ആ കുട്ടി വലുതാവുന്ന സമയത്ത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ 4 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ പറഞ്ഞു. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഓഫീസിൽ നിന്നൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ലേറ്റ് ആയിട്ടുണ്ട് വീട്ടിലേക്ക് വരാൻ. അപ്പോൾ ഇതിൽ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലുള്ള ഒരാൾ ചിന്തിക്കുന്നത് ഓക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വർക്ക് പെൻഡിങ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വരുമായിരിക്കും, അങ്ങനെയായിരിക്കും സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള പാർട്ട്ണർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റോ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റോ ഉള്ള ആൾക്കാർക്ക് ഇത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഉള്ള ഒരാൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക, എന്ത് പറ്റി, എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയോ, അല്ലെ എന്നെ ഒഴിവാക്കി പോയോ, എന്താ സംഭവിച്ചത്, അങ്ങനെ ആ രീതിയിലായിരിക്കും ആളുടെ ചിന്ത പോകുന്നുണ്ടായിരിക്കുക. അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, ഞാനെന്തിനാ അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം, അവൻ വരുമ്പോൾ വരട്ടെ, ആ ഒരു രീതിയിൽ ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിലായിരിക്കും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയും. ഈ ഡിസോർഗനൈസ്ഡിലേക്ക് എത്തുന്ന സമയത്ത് ഓക്കെ അവൻ വന്നില്ല, എനിക്കിപ്പോൾ അവന് ആവശ്യമുണ്ട് പക്ഷെ അവൻ വന്നില്ല, അപ്പോൾ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യണം, ആ രീതിയിൽ
സഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതാണ് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് നമ്മുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഏതാണ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ, അത് നമ്മുടെ പാർട്ട്ണറിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾക്ക് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് എടുത്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒട്ടും ഒത്തു പോവില്ല, ഇത് നമ്മൾ വിചാരിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊരു തെറപ്പിയിലേക്കൊക്കെ പോവുകയും ചെയ്യാം. നിങ്ങളെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഹെലനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്